ഫൊക്കാനയുടെ കേരള കൺവെൻഷൻ ഓഗസ്റ്റ് 1, 2, 3 തീയതികളിൽ കുമരകത്ത് നടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായി പ്രസിഡന്റ് സജിമോൻ ആൻ്റണിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വൺസ് അഗെയിൻ അപ്പോളജി. ശ്രീമാർജി പറഞ്ഞ പോലെ തന്നെ ചില സാങ്കേതിക കാരണങ്ങൾ പറ്റിയതാണ്. പക്ഷേ ഒരു ഡിലേ തന്നെയാണെന്ന് അക്നോളജ് ചെയ്യുന്നു. ഓക്കെ. ഫൊക്കാന 1983 തുടങ്ങി 42 വർഷം പിന്നിടുമ്പം 105-ലധികം സംഘടനകളുടെ സംഘടനയായി ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ ഒരു സംഘടനയാണ്. ഫൊക്കാന അറിയപ്പെട്ടിരുന്നത് ഭാഷയ്ക്കൊരു $1 സാഹിത്യ അവാർഡ്, സാഹിത്യ അക്കാദമി അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതിൽ നിന്നും മുന്നേക്ക് മാറി ഫൊക്കാന മെഡിക്കൽ കാർഡ്, ഫൊക്കാന പ്രിവിലേജ് കാർഡ്, ഫൊക്കാന ഭവനം പദ്ധതി, ഫൊക്കാന വില്ലേജ്, ഫൊക്കാന ഹെൽത്ത് ക്ലിനിക്ക്, ഫൊക്കാന സ്പോർട്സ് അക്കാദമി, അങ്ങനെ വൈവിധ്യമായ മേഖലകളിൽ അതൊരു അക്ഷീണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം ബഹുമാനയുടെ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, അതുപോലെ ശ്രീ ജോയ് ചാക്കപ്പൻ ട്രഷറർ, അതോടൊപ്പം അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ മിസ്റ്റർ അപ്പുക്കുട്ടൻപള്ളി, ദെൻ കേരള കോർഡിനേറ്റർ മിസ്റ്റർ ഡോക്ടർ ലൂക്ക് മാത്യു, ആൻഡ് ദെൻ മിസ്റ്റർ സുനിൽ കുമാർ. ഞങ്ങളെല്ലാവരും ഉണ്ട്. പ്രസ് ക്ലബ്ബ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ ഞാൻ പ്രസ് ക്ലബിനോട് നന്ദി രേഖപ്പെടുത്തട്ടെ. കാരണം ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളില്ലെങ്കിൽ അത് ആർക്കും അറിയാൻ പറ്റത്തില്ല. ആർക്കും അറിയാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് സഹായവും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു മുഖ്യ കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പം ഓരോ പ്രസിനോടുള്ള നന്ദി ഫൊക്കാനയുടെ ബിഹാഫിൽ രേഖപ്പെടുത്തുകയാണ്. ഫൊക്കാനയ്ക്ക് 2 കൺവെൻഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഒരു കൺവെൻഷൻ കേരളത്തിലും ഒരു കൺവെൻഷൻ എപ്പോഴും അമേരിക്കയിലാണ് നടക്കാറുള്ളത്. ഞങ്ങളെല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനും ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യാനും ഓഗസ്റ്റ് 1, 2, 3 തീയതികളിലാണ് കോട്ടയത്ത് കുമരകത്ത് ഗോകുലം ഗ്രാൻഡിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. സാധാരണഗതിയിൽ ഫൊക്കാനയുടെ കൺവെൻഷൻ ഒരു ദിവസം അല്ലെ 1.5 ദിവസമാണ് എങ്കിൽ ഇത്തവണ ചില പ്രത്യേകതകളുണ്ട്. ഇന്നത് 3 ദിവസമാണ്. കാരണം അതൊരു മീറ്റിങ്ങുകളും സെമിനാറുകളും മാത്രമല്ല, അവിടെ ചില പ്രധാനപ്പെട്ട പദ്ധതികളുടെ റിയൽ അവതരണം കൂടിയാണ് അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലൈഫ് ആൻഡ് ലിംബ് സൊസൈറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് 44 ആൾക്കാർക്കുള്ള ലിംബ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏകദേശം 1500-500ഓളം ആൾക്കാർ മരിക്കുന്നുണ്ട്, വെള്ളത്തിൽ മുങ്ങി അല്ലെ വാട്ടർ ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട്. അപ്പം അതിനെ ഒരു ക്രൈസിസായി കണ്ടുകൊണ്ട് തന്നെ ഫൊക്കാന അതിനകത്ത് കേരള സ്വിം ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൻ്റെ ആദ്യ പദ്ധതിയായിട്ട് വൈക്കത്ത് 144 കുട്ടികൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് സ്വിമ്മിംഗ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതി നല്ല രീതിയിലാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തിയും ഈ ഗോകുലം ഗ്രാൻഡിൽ ശനിയാഴ്ച നടക്കുന്നുണ്ട്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഫഷണൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് ഡിസ്ട്രിബ്യൂഷന് ഫൊക്കാനയുടെ വുമൻസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. 25 കുട്ടികൾക്ക് 50,000 രൂപ വീതം ഉള്ള സപ്പോർട്ടാണ് അവിടെ അന്ന് നടക്കുന്നത്. അതോടൊപ്പം ലഹരി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിലാകമാനം ഒരു ക്രൈസിസാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട്. അതുമായിട്ട് ഒരു പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനം അന്ന് തന്നെ നടക്കുന്നുണ്ട്. കാരണം അത് 2-3 പ്രപ്പോസലുകൾ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീമതി ബിന്ദു ടീച്ചറുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റോട് ടീച്ചറുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പം അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരിച്ചുകൊണ്ട് ഫൊക്കാനയും ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ്റെ വിളംബരവും മറ്റു ചില കാര്യങ്ങളും നടത്തുകയാണ്. അതിനകത്ത് എടുത്തു പറയേണ്ടത് ഒരു ഐ ഡിഫൻഡർ പ്രോഗ്രാമാണ്. ഐ ഡിഫൻഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്കൂളുകളും കോളേജുകളും ഫൊക്കാന ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ട് ലഹരി ഉപയോഗിക്കുന്നവരെയോ അല്ലെങ്കിൽ അതിന് കാരണമായ ആൾക്കാരെയോ അധികാരികൾക്ക് ആ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ പാരിതോഷികവും അമേരിക്കയിലുള്ള കൺവെൻഷനിലേക്കുള്ള ഇൻവിറ്റേഷനും ഇവിടെയുള്ള റെക്കഗ്നീഷനും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചോയ്സ് ഇപ്പം ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ ഒരു കണ്ണിയെ വിളിച്ചത് കൊണ്ടുവരാൻ സഹായിക്കുകയാണെങ്കിൽ അവരുടെ ചോയ്സാണ് അത് പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ആ ചോയ്സ് വെച്ചുകൊണ്ടിട്ട് അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഫൊക്കാന അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു പ്രതിജ്ഞയാണ് ആ ഒരു ക്യാമ്പയിനകത്ത് വരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലം പത്തനംതിട്ട ചിറ്റാറിൽ ഇവിടെയുള്ള ഭവനരഹിതർക്ക് വേണ്ടി ദാനം ചെയ്യുകയാണ്. അവിടെ ഫൊക്കാന വില്ലേജ് യാഥാർത്ഥ്യമാകുകയാണ്. ഭവനരഹിതർക്ക് വേണ്ടി ഫൊക്കാന ആദ്യമായിട്ടല്ല, 2018-ലും 20-ലുമൊക്കെ 25 വീടൊക്കെ 50ഓളം വീടുകൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ വ്യത്യാസം എന്ന് പറയുന്നത് വെറും ഒരു വീട് വെച്ച് കൊടുക്കുക മാത്രമല്ല, അവിടെ ഒരു വില്ലേജ്
എന്നുള്ളൊരു വിഭാവനത്തിനകത്ത് ആ വില്ലേജിനകത്തൊരു ചെറിയ കളിസ്ഥലവും വെള്ളത്തിലുള്ള സൗകര്യം ഉൾപ്പെടെ അതോടൊപ്പം ഒരു ലൈബ്രറി. ഞാനൊക്കെ 90s കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വായനശാലയായിരുന്നു നമ്മുടേത്. ഇപ്പോഴും വായനശാലയുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു യുഗത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലധിഷ്ഠിതമായിക്കൊണ്ട് ഒരു ലൈബ്രറി കോൺസെപ്റ്റും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമാണ് അത്. അതിൻ്റെ ഉദ്ഘാടനവും അവിടെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാം തീയതി 5 മണിയോടുകൂടി ഇനോഗ്രേഷൻ നടന്ന് പിന്നെ കൾച്ചറൽ ഈവൻ്റ് ഉണ്ട്. അതിനുശേഷം 2-ാം തീയതി ഈ പറഞ്ഞ പ്രോഗ്രാമുകളുടെ ഒക്കെ ഓരോ ഇനോഗ്രേഷനും ഈ അവാർഡ് വിതരണം കാര്യങ്ങളൊക്കെ ലൈനായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വേറെ 2 കാര്യങ്ങളുണ്ട്. മീഡിയയുമായിട്ടൊരു നല്ല പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തെന്ന ഫൊക്കാനയ്ക്കുണ്ട്. കാരണം ശ്രീകുമാറും ഞാനും ഒക്കെ ചില മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ News 18-ലും 24 ന്യൂസിലും ഒക്കെ അമേരിക്കൻ വേർഷനിൽ ചർച്ചകളിൽ പാനലിൽ എപ്പോഴും വരാറുണ്ട്, മോർണിംഗ് ഷോയിലും ഈവനിങ് ഷോയിലും ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മീഡിയയുമായിട്ടുണ്ട്, ഫൊക്കാനയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ആത്മാർത്ഥമായിട്ട്. ഇവിടുത്തെ തന്നെ പ്രസ് ക്ലബിൻ്റെ മുഖ്യധാരയിലുള്ള മിസ്റ്റർ ശ്രീകുമാറും ഒക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിനകത്തൊരു ഏത് ചാനലാണ് അല്ലെങ്കിൽ ഏത് മാധ്യമമാണെന്ന് ഇല്ലാതെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. അവരൊരു മാധ്യമ സെമിനാർ നടക്കുന്നുണ്ട്. അതോടൊപ്പം പറയാനുള്ളത് ഒരു ബിസിനസ് സമ്മിറ്റാണ്. ബിസിനസ് സമ്മിറ്റ് എന്ന് പറയുമ്പം ഫൊക്കാന ഒരിക്കലും ബിസിനസ്സിന് എതിരല്ല. കാരണം ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് നമ്മൾക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ് ഈ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബിസിനസ് സമ്മിറ്റിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രിവാൻഡ്രം എയർപോർട്ട് ആയിട്ട് സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊച്ചിയിലുള്ള സിയാൽ ഇൻ്റർനാഷണലുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള ഡ്യൂട്ടി ഫ്രീ ടൈപ്പാണ്. അവിടെ ഓൾ ഫൊക്കാന മെമ്പേഴ്സ് ആർ ഗെറ്റിംഗ് 10 to 15% ഡിസ്കൗണ്ട്സ് ഓൺ പർച്ചേസസ്. അതാണ് പ്രിവിലേജ് കാർഡ്. മെഡിക്കൽ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും 6 മേജർ ഹോസ്പിറ്റൽ, ഇവിടെ തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിലും കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും തിരുവല്ലയിലെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലും പാലായിലെ മെഡ്സിറ്റി മാർസ്ലീവ ഹോസ്പിറ്റലിലും കോട്ടയത്തെ കാരിത്താസ് ഹോസ്പിറ്റലിലും കൊച്ചിയിലെ രാജഗിരി ഹോസ്പിറ്റലിലും അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നുമുള്ള മേജർ ഹോസ്പിറ്റലുകളെ ഓരോന്നിനെ പിക്ക് ചെയ്ത് അവരുമായിട്ടുള്ളൊരു ടൈപ്പാണ്. അത് ഞങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ അയൽവക്കംകാർ മിത്രങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്കും അതിൻ്റെ ഉപകാരം കിട്ടുന്നതാണ്. അതൊരു സ്പെഷ്യൽ പ്രിവിലേജും സ്പെഷ്യൽ ഫൈനാൻഷ്യൽ പാക്കേജും ഡിസ്കൗണ്ടുകളുമാണ് കിട്ടുന്നത്. അപ്പോൾ ഫൊക്കാന ഇന്ന് 42 വർഷം പിന്നിടുമ്പം അവിടെ നോർത്ത് അമേരിക്കൻ മലയാളികളുടെ ഉന്നമനത്തോടൊപ്പം ഇവിടെയുള്ള മലയാളികളുടെ ഒരു ബാലൻസ് ആയിട്ട് ഒരു ട്രൂ അംബലിക്കൽ കോഡായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കൺവെൻഷനെ പറ്റി പറയാവുന്നത്. പിന്നെ 3-ാമത്തെ ദിവസം കൺവെൻഷന് ഞായറാഴ്ച ആദ്യത്തെ 2 ദിവസം നമ്മൾ ഒത്തിരി വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇത് കാരണവും, രണ്ടാമത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി റീസൺസ് ഉണ്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പ്രോഗ്രാമുകളൊക്കെ ഓരോ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയാൻ പറ്റും. കാലില്ലാത്തവർക്ക് കാല് കൊടുക്കുന്നത്, സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, വീട് കൊടുക്കുന്നത്. അതോടൊപ്പം 2020, 2022, 2023 ആ കാലഘട്ടത്തിൽ കോവിഡ് സമയത്ത് ഫൊക്കാന ഏകദേശം 2 കോടിയിലധികം വെന്റിലേറ്ററും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്തിരുന്നു എന്നും കൂടെ ഞാൻ മാധ്യമത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം എപ്പോഴും കേരളത്തിൻ്റെ ഏത് ആവശ്യം വന്നാലും ഫൊക്കാന എപ്പോഴും കേരള ജനതയോടൊപ്പമുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും കൂടിയുണ്ട്. ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടും തിരിച്ച് ചോദിക്കുകയാണ്. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. സോ സി യു ഓൺ എന്താ പറയുന്നത് ഓഗസ്റ്റ് 1, 2, 3 വെള്ളി, ശനി, ഞായറിൽ നമുക്ക് ഗോകുലം ഗ്രാൻഡിൽ കുമരകത്തിൽ കാണാം. 3-ാം തീയതി വൈദ്യുതി ഒരു ബോട്ട് റൈഡാണ്. അതിനും അതിൻ്റെതായ ചില പ്രത്യേകതയുണ്ട്. ഫൊക്കാന ലോകത്തെ ഏറ്റവും വലുതാണ്, ഏറ്റവും പഴയ സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആലപ്പുഴയിലൊരു ബോട്ടിലാണ് 128 അടി നീളമുള്ള ഏകദേശം 400-450 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാവുന്ന ആ ഒരു ബോട്ടിൽ തന്നെയാണ് ആ ഒരു യാത്രയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടനം മുഖ്യമന്ത്രി ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതായിരുന്നു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ചികിത്സയുടെ ഭാഗമായി യാത്ര ചെയ്യരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും കാണാൻ ഞങ്ങൾ ഇന്ന് പോയി വീണ്ടും ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു മാക്സിമം ട്രൈ ചെയ്യാം, കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് യാത്ര ചെയ്തുകൂടാ. ഈ തിരുവനന്തപുരത്തുള്ള 1-2 ഇടത്ത് മാത്രമേ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന് പേഴ്സണലി വരാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനിൽ കൂടി ഉദ്ഘാടനം ചെയ്യാമെന്നാണ്. ഏകദേശം 800-ലും ഏകദേശം ഒരു 900-നും 1000-നും ഇടയ്ക്ക് നമ്പേഴ്സ് ഉണ്ട്. അതിനൊരു പ്രത്യേകതയാണ്. പറയുന്നത് സാധാരണ കൺവെൻഷനിലൊക്കെ ഒരു 250-350 പേരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 3 ദിവസം എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഇത്രയും നമ്പേഴ്സ് ഉള്ളൊരു പ്രത്യേകതയാണ്. കാരണം ഈ ഓരോ ആക്ടിവിറ്റിയുടെ പാർട്ടായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഈ കൺവെൻഷനിലേക്ക്. പ്രോസ്റ്റേറ്റിക് ലെഗ് റിസീവ് ചെയ്യാനായിട്ട് 40 പേരുണ്ടെങ്കിൽ അവരോടൊപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് 10 വരുന്നുണ്ട്. 144 കുട്ടികൾക്കാണ് ഫൊക്കാന അനുമോദിക്കുന്നത് ഈ സ്വിം കേരള സ്വിമ്മിൻ്റെ പ്രൊജക്റ്റിൻ്റെ പാർട്ടായിട്ട്. അപ്പം ആ ഒരു പ്രൊജക്റ്റിനെ
വളരെ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഏരിയകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്ന താല്പര്യം കൂടെ ഫൊക്കാനയ്ക്കുണ്ട്. വേറൊരു റീസൺ ഉള്ളത്, കേരളത്തിൽ നിന്നും ഇന്ന് നോർത്ത് അമേരിക്കയിൽ വരുന്ന, പ്രത്യേകിച്ച് കാനഡയിലും അമേരിക്കയിലൊക്കെ വരുമ്പം ഏകദേശം 15ഓളം ആൾക്കാരാണ് അവിടെ മുങ്ങി മരിക്കുന്നത്. കാരണം അത് എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയയാണ്. ഞാൻ പല ആ ഭാഗത്തുള്ള ആളാണ്, മറ്റക്കര കരിമ്പാനി ആ ഭാഗത്തുള്ള ആളാണ്. അവിടെ ചെറിയ ആറേ ഉള്ളൂ, പലയിൽ മിനിച്ചിലാറുണ്ട്, എന്നാൽ ചെറിയ ചെറിയ അരുവികളും തോടുകളൊക്കെ ഉള്ളൂ. ആ തോടിൽ ഞങ്ങൾ നീന്തൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള റിപ്പോർട്ട് വരുമ്പം ഒത്തിരി ആൾക്കാർക്ക് നീന്തൽ അറിയാൻ മേല. അതുകൊണ്ട് തന്നെ ഒത്തിരി ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി ഒരു കാരണം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സിം കേരള സിം എന്നുള്ള പദ്ധതിയിൽ ഫൊക്കാന ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിൽ ബിസിനസ്സുമായിട്ടുള്ള സഹകരണം എന്ന് ഉദ്ദേശിക്കുന്നത്, കാരണം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ആശയവിനിമയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് ഫൊക്കാനയുടെ ബിസിനസ് ഫോറത്തിൻ്റെ പാർട്ടായിട്ട് ആ ഒരു കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫൊക്കാന ഈസ് എ നോൺ പൊളിറ്റിക്കൽ, നോൺ റിലീജിയസ് ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഡയറക്ട്ലി ഞങ്ങൾ ഫൊക്കാനെ ഇന്നത് എല്ലാവരെയും പൊളിറ്റിക്കലായിട്ട് അഫിലിയേറ്റ് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഫൊക്കാന ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പാർട്ടായിട്ട് മത്സരിക്കുക അല്ലെങ്കിൽ ഫൊക്കാന സപ്പോർട്ട് ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. മെമ്പേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ബി ആക്റ്റീവ് ഇൻ പൊളിറ്റിക്സ്. കാരണം ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, ഇവിടെ അടഞ്ഞു കിടന്ന വീടുകൾക്ക് ഏർപ്പെടുത്തുന്ന ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട്. ഫൊക്കാനയായിരുന്നു ആദ്യം സംഘടന ഇവിടുത്തെ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാനും അത് മാറ്റിക്കളയുവാനുമായിട്ട് ഉള്ള ശ്രമം നടത്തിയത്. അപ്പോൾ നമുക്ക് കേരള ഗവൺമെൻറ്റുമായിട്ട് സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അത് ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ, ഏത് പാർട്ടിയിലും ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഫൊക്കാന ഞാൻ കഴിഞ്ഞ ഡിസംബർ 23 പ്രൈം മിനിസ്റ്റർ മോദിയെ കാണാനും പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാനും കാരണമുണ്ടായിരുന്നു. 3 കാരണമാണ് ഉണ്ടായിരുന്നത്. 1 ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആയിരുന്നു, 2 OCIയുടെ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യുന്നതായിരുന്നു, 3 ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചി ടു അല്ലെങ്കിൽ ട്രിവാൻഡ്രം ടു ന്യൂയോർക്ക് JFK അല്ലെങ്കിൽ ചിക്കാഗോ എന്നുള്ളൊരു പ്രപ്പോസലായിരുന്നു. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പിന്നെ നമുക്ക് മനസ്സിലായി അതൊരു അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു പ്രൊജക്റ്റാണ്. കാരണം 2 രാജ്യത്തിൻ്റെ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻസ് അതിനെ അലോ ചെയ്യുന്നില്ല. അപ്പോൾ ദാറ്റ്സ് എ നോ ഗോയാണ്. ദെൻ അത് വിട്ടിട്ട് ബാക്കി 2 പ്രൊജക്റ്റിനൊക്കെ മുന്നേക്ക് പോകുന്നത്. അപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും ഈക്വലി സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം പ്രവാസം എന്ന് പറയുന്നത് പണ്ട് നാൾ ഗൾഫിലായിരുന്നുവെങ്കിൽ ഇപ്പം കേരളം അതിരുകളില്ലാതെ വളരുകയാണ്. യൂറോപ്യൻ ഐക്യനാടുകളിലേക്ക് പോയി, നോർത്ത് അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോരുത്തരുടെ ഞങ്ങളുടേതായ ടിപ്പിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് എല്ലാ അർത്ഥത്തിലും കേന്ദ്ര സംസ്ഥാന തലത്തിൽ, അതിവിടെ മാത്രമല്ല അവിടെയും അതാണ്. അപ്പോൾ ഫൊക്കാനയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റീജിയണൽ തലത്തിലൊരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അവിടുത്തെ വർഷിപ്പറാണെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ സെനറ്റർ ആണെങ്കിലും അവരെ അതിനകത്ത് ഇൻവോൾവ് ആക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ അല്ല, ഒരു സ്റ്റാൻഡേർഡ് പോളിസിയാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അതോടൊപ്പം ബിസിനസ് ലീഡേഴ്സിനും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ എല്ലാ ആംഗിളുകളും കവർ ചെയ്യും. ജനങ്ങൾക്ക് ഉപകാരപരമായ പ്രൊജക്റ്റുകളും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ 8624382361 അവിടുത്തെ നമ്പറാണ്. പക്ഷേ +1 ഇട്ടുള്ളൂ. റോമിംഗ് ആണ്, വാട്സാപ്പാണ് സെയിം. ഇത് US നമ്പറാണ് 001. ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന 9645170170. സുനിൽ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഫൊക്കാനയുടെ കേരള കോർഡിനേറ്റർ. അതിലങ്കട്ടിയിൽ ഒരു നമ്പർ പറയാം, 9447039900. ഡോക്ടർ മാത്യൂസ് കെ ലൂ, കേരള കൺവെൻഷൻ കോർഡിനേറ്ററാണ്. ഫൊക്കാനയുടെ വളരെ പ്രസ്റ്റീജ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സാഹിത്യ അവാർഡ്. അതിനെപ്പറ്റി വിശദീകരിക്കാനായിട്ട് ഫൊക്കാനയുടെ സാഹിത്യ അവാർഡ് എന്നും മലയാളത്തിലുള്ള സാഹിത്യകാരന്മാർക്ക് ഒരു പ്രചോദനമാണ്. പലപ്പോഴും ഫൊക്കാനയുടെ സാഹിത്യ അവാർഡ് കിട്ടുന്നവർക്കായിരിക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മറ്റ് പല അവാർഡുകളും കിട്ടുന്നത്. ഫൊക്കാനയുടെ 2025 ഫൊക്കാന സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലയറിലൂടെ ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾ നമ്മൾ വീണ്ടും അനൗൺസ് ചെയ്യണം. നോവലിന് GR ഇന്ദുഗോപനെയാണ് നോവലിന്
ഫസ്റ്റ് പ്രൈസായിട്ട് 10,000 റുപ്പീസും അതിനോടനുബന്ധിച്ച് ഫലവുമായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കഥ വർഗീസ് അങ്കമാലി, കവിത നാലാപ്പാടം പത്മനാഭൻ, ഓർമ്മക്കുറിപ്പിന് വിജയകൃഷ്ണൻ എന്നിവരെയാണ് പൊക്കാനയുടെ സാഹിത്യ പുരസ്കാരങ്ങൾക്ക് അർഹരായവർ. പൊക്കാനയുടെ സാഹിത്യ പുരസ്കാരങ്ങൾ എന്നും ആൾക്കാർക്ക് പ്രചോദനമാണ്. ഞങ്ങൾ പ്രവാസികളാണെങ്കിൽ പോലും മലയാളത്തെയും മലയാളികളെയും സ്നേഹിക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഫൊക്കാന കേരള കൺവെൻഷൻ എന്നൊരു സങ്കല്പവും കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ കേരളത്തിലെ ഏകദേശം 2 കോടിയോളം രൂപയുടെ പ്രൊജക്റ്റുകൾ ഈ ഒരു കൺവെൻഷനുമായി ബന്ധപ്പെട്ട് മാത്രം അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പല മേഖലകളിലും ഫൊക്കാന വളരെയധികം സഹായങ്ങൾ എല്ലാ മേഖലകളിലും ചെയ്യുന്നുണ്ട്. അപ്പം വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന കൂടിയാണ് ഫൊക്കാന. ഫൊക്കാന രാഷ്ട്രീയ മേഖലയിലും സാഹിത്യ മേഖലയിലും എന്ന പോലെ ചാരിറ്റി മേഖലയിലും എന്നും വാരിക്കോരി സഹായങ്ങൾ നൽകുന്ന ഒരു സംഘടനയാണ്. ജൂറിയുടെ കാര്യങ്ങളൊക്കെ ഇത് ഡീറ്റെയിൽസ് പ്രസ് റിലീസിനകത്തുണ്ട്. ജൂറിയുടെ ചെയർമാനായിട്ട് നിന്നിരുന്നത് ശ്രീ മോഹൻകുമാർ IAS ആയിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന, നിങ്ങൾക്കെല്ലാം അറിയപ്പെടുന്ന സാഹിത്യകാരനായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ഈ ജൂറി നമ്മളിത് കൊടുത്തിരുന്നത്. ആ 4 അംഗ ജൂറിയാണ് വിന്നേഴ്സിനെ എലക്ട് ചെയ്തത്. ഫൊക്കാന അതിനകത്ത് ഇടപെടാൻ പോയിട്ടില്ല. അത് ജൂറിയുടെ ഒരു ഡിസ്കഷനിലാണ്. അവർ 900ഓളം പുസ്തകങ്ങൾ കിട്ടിയതിൽ നിന്നും വായിച്ച് നോട്ട്സുകൾ എഴുതി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്നും കൺക്ലൂഡ് ചെയ്ത് ഒരാളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ ഒരു ഹെൽക്കൂറിയൻ ടാസ്ക് ആയിരുന്നു. അതവർ മീറ്റ് ചെയ്തു. അവർ വിന്നേഴ്സിനെ പ്രഖ്യാപിച്ചു. ആ വിന്നേഴ്സ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നത്.